Hello dear students, welcome back to English Cafe. Welcome to a new class. ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന്റെ മുന്നേയായി ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? യെസ്, എങ്ങനെയുണ്ട് ക്ലാസ്സസ് ഒക്കെ ഇതുവരെ? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, എവിടെയെങ്കിലും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണൽ ട്യൂട്ടറിനോട് അതൊക്കെ ചോദിച്ച് ക്ലിയർ ആക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എവ്രി ഡേ എന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന 3 വാക്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഹാസ്, ഹാവ്, ഹാഡ്. ഇത് 3 നമ്മൾ പലപ്പോഴും കേട്ട് വന്ന വേർഡ്സ് ആയിരിക്കും അല്ലേ. സോ ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ടു ഹാവിൻ്റെ ഫോംസ് എന്നാണ് പറയുന്നത് കേട്ടോ. പേര് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ കയ്യിൽ ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ പൊതുവെ ഹാവോ, ഹാസോ, ഹാഡോ യൂസ് ചെയ്യുന്നത്. ഇത് 3 വാക്കുകൾ ഉണ്ടല്ലോ. സോ ഈ 3 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കേട്ടോ. സോ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ട കാര്യം ഹാസും ഹാവും ഹാഡിലും ആദ്യം ഹാസും ഹാവും മാത്രം പഠിക്കാം. ഓക്കെ, ഈ ഹാസും ഹാവും നമ്മൾ പ്രസന്റ് ടെൻസിൽ ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. ഹാഡ് അപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഹാഡ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഹാഡിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഇപ്പം നമ്മൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി, അതായത് പ്രസന്റ് ടെൻസിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ 2 വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹാസും ഹാവും. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഹാവ് എന്നുള്ളത് എവിടെയാണ് യൂസ് ചെയ്യാന്നറിയോ? ഐ അല്ലെങ്കിൽ യു ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. എന്ത് യൂസ് ചെയ്യും? ഹാവ് യൂസ് ചെയ്യും. അയ്യോ യുവോ ആണ് സബ്ജക്റ്റ് എങ്കിൽ അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. അതേപോലെ പ്ലൂറൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയും നമ്മൾ ഹാവ് യൂസ് ചെയ്യും. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ, അതായത് ഒന്നിലധികം ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ അവിടെയും നമ്മൾ ഹാവ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വി, ദേ അല്ലെങ്കിൽ 2 ആൾക്കാരുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായി? പ്ലൂറലായി. അപ്പം പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിലും അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാവ് യൂസ് ചെയ്യും. സോ ഹാവ് എവിടെയാണ് യൂസ് ചെയ്യുക? ഐ, യു, അതേപോലെ ദേ, വി. ഇത് ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു ഈസി ഒരു ടിപ്പുണ്ട്, ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അയ്യോ ദേവി എന്നൊന്ന് ആലോചിച്ചേ. അയ്യോ ദേവി. ഓക്കെ, സോ അയ്യോ ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ ദേവി നമുക്ക് ആലോചിച്ചെടുക്കാൻ എളുപ്പമാണ്. ഐ, യു, ദേ ആൻഡ് വി. ഇങ്ങനെ നമുക്ക് ഈ ഒരു സംഭവം ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇതേ കാര്യങ്ങൾ നിങ്ങൾ വേറെ ക്ലാസ്സിലും പഠിക്കുന്നുണ്ടാവും. ഓക്കെ, സോ അയ്യോ ദേവി എന്ന് പറഞ്ഞാൽ അതെവിടെ യൂസ് ചെയ്യുന്നതാണ്? ഹാവിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന 4 വാക്കുകളാണ്. ബേസിക്കലി ഇതെല്ലാം പ്രോണൗൺസ് ആണല്ലോ. നൗൺ ആണെങ്കിലോ ഒന്നിലധികം ആൾക്കാരുടെ പേരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടീന ആൻഡ് മീന, രാജ് ആൻഡ് ശ്യാം, അങ്ങനെ 2 ആൾക്കാർ ഒന്നിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. അതാണ് ഞാൻ പ്ലൂറൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം വിയും ദേയും മാത്രമല്ല പ്ലൂറൽ, ഇത് വിയും ദേയും നമ്മളും അവരും എന്നുള്ള മീനിങ് ആണ്. അതായത് ഇതൊക്കെ പ്രോണൗൺസ് ആണ്. അതിന് കൂടാണ്ട് തന്നെ നൗൺസും വരാം, അതായത് പേരുകൾ തന്നെ വരാം. നമ്മൾ, അവർ എന്ന് പറയുമ്പം ആര് എന്നുള്ള പേര് നമ്മൾ പറയുന്നില്ലല്ലോ. ചില സിറ്റുവേഷനിൽ നമ്മൾ പേര് തന്നെ പറയും. അപ്പം അതും ഒന്നിലധികം ഉണ്ടെങ്കിൽ അതും പ്ലൂറലാണ്. അപ്പം പ്ലൂറൽ സിറ്റുവേഷൻ എവിടെ ഉണ്ടെങ്കിലും അത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഹാവും ഹാസും യൂസ് ചെയ്യുക. അതിൽ ഐയും യുവും ദേയും വീണ്ടും കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. അതേപോലെ പ്ലൂറൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും നമ്മൾ ഹാവ് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഹാസ് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻ ഇല്ലേ? അത് നമുക്ക് തീർക്കാം. ഹാസ് എന്നുള്ളത് ഇത് പ്ലൂറൽ ആണെങ്കിൽ ഹാസ് എവിടെയായിരിക്കും യൂസ് ചെയ്യുക? സിംഗുലർ സിറ്റുവേഷൻസിൽ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യും. എന്ത് യൂസ് ചെയ്യും? ഹാസ് യൂസ് ചെയ്യും. എവിടെയാണ്? സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ. കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി, ഷീ, ഇറ്റ്, ഇതെല്ലാം എന്താണ്? സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അപ്പം ഇതിൻ്റെ കൂടെ എല്ലാം നമുക്ക് ഹാസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. അതേപോലെ സിംഗുലർ ആയിട്ടുള്ള ഇതെല്ലാം ഹീയും ഷീയും ഇറ്റ് എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? അവൻ, അവൾ, അത് എന്നുള്ള മീനിങ് ആണ്. അത് കൂടാണ്ട് തന്നെ ഒരൊറ്റ ആളുടെ പേര്, ഒരൊറ്റ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു സാധനമോ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതും സിംഗുലർ ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻസിലും നമ്മൾ ഹാസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, സോ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ ഹാസും ഹാവും മാറി മാറി യൂസ് ചെയ്യണം. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യും, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും. ഇതിലാകെയുള്ള സ്പെഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐയും യുവുമാണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഒരാളാണ് അല്ലെ. ഞാൻ എന്ന് പറയുന്നതിനെയാണ് ഐ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ എത്ര വ്യക്തി ഉണ്ട്?
ഒറ്റ ആളല്ലേ ഉള്ളൂ. ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. എന്നാൽ കൂടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഹാവ് ആണ്. നമ്മൾ പഠിച്ചത് എന്താണ്? സിംഗുലർ ആണെങ്കിൽ ഹാസ് ആ യൂസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. പക്ഷെ ഇതാണ് ഒരു സ്പെഷ്യൽ കേസ്. ഓക്കെ, ഐയും അതേപോലെ യുവും. യു എന്ന് പറഞ്ഞാൽ എന്താണ്? നീ എന്നുള്ളൊരു വേർഡിനും നമ്മൾ യു എന്നാണ് പറയാ. നിങ്ങൾ എന്നൊരു വേർഡിനും നമ്മൾ യു തന്നെയാണ് പറയാ. ഇംഗ്ലീഷുകാർക്ക് ഈ നീ നിങ്ങൾ എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല, എല്ലാത്തിനും യു ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതിനെയും നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഐയും യുവും ഈ രണ്ട് വേർഡ്സ് ഒരു സ്പെഷ്യൽ കേസാണ്. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അവിടെ നമ്മൾ ഹാവ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അത് ഓർത്തെടുക്കാനാണ് അയ്യു ദേവി എന്നുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, സോ ഹാവും ഹാസും എവിടെയാ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഹാവ് എന്നുള്ളത് പ്ലൂറൽ സിറ്റുവേഷൻ ആണ്. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, അതായത് ആ ആക്ഷൻ ചെയ്യുന്ന ആള് പ്ലൂറൽ ആണെങ്കിൽ, ഒന്നിലധികം ആൾക്കാരോ ഒന്നിലധികം വ്യക്തികളോ ഒന്നിലധികം വസ്തുക്കളോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹാവ് ആയിരിക്കും യൂസ് ചെയ്യുക. ഒറ്റൊരു സബ്ജക്റ്റേ ഉള്ളൂ എങ്കിൽ അവിടെ നമ്മൾ ഹാസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇതുവരെ ക്ലിയർ ആണ്? ഇനി ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുക? സോ ഏതൊക്കെ സാഹചര്യങ്ങളാണ്? ഫസ്റ്റ് വൺ ഇസ് പൊസഷൻ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഹാസോ ഹാവോ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ ബുക്ക്. എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട്. മനസ്സിലായോ? അപ്പം ഐ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട്. അപ്പം ഐയുടെ കൂടെ ഏതാ യൂസ് ചെയ്യുക? ഹാവ് ആണ് യൂസ് ചെയ്യാൻ നമുക്കറിയാം. സോ ഐ ഹാവ് എ ബുക്ക്. എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട്. മനസ്സിലായോ? ഇതെന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ഈ സബ്ജക്റ്റ് ഏതാണോ അതനുസരിച്ച് ഹാവും ഹാസും മാറ്റി കൊടുക്കണം. മനസ്സിലായോ? അടുത്തത്, ഷീ ഹാസ് എ പെൻ. അവളുടെ കയ്യിലൊരു പേന ഉണ്ട്. ഓക്കെ, ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഹാസോ ഹാവോ യൂസ് ചെയ്തത്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഷീ ആണ്. ഷീ എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഒറ്റയാളല്ലേ ഉള്ളൂ, സിംഗുലർ ആണ് അല്ലെ. സിംഗുലർ ആണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ യൂസ് ചെയ്യുക? ഹാസ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഷീ ഹാസ് എ പെൻ. ക്ലിയർ ആണോ? ഓക്കെ, പ്ലൂറൽ ആയിരുന്നെങ്കിൽ അവിടെ ഹാവ് വന്നേനെ. സിംഗുലർ ആയതുകൊണ്ട് ഹാസ് വന്നു. അടുത്തത്, ദേ ഹാവ് എ കാർ. ദേ ഹാവ് എ കാർ. അവരുടെ കയ്യിൽ ഒരു കാർ ഉണ്ട്. അവര് എന്ന് പറയുമ്പം അതിൽ ഒന്നിലധികം ആൾക്കാരില്ലേ? ഒന്നിലധികം ആൾക്കാരെ പറ്റി പറയുമ്പോഴല്ലേ നമ്മൾ അവര് എന്ന് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷാണ് ദേ. അപ്പം ഒന്നിലധികം ആൾക്കാരായതുകൊണ്ട് തന്നെ അത് പ്ലൂറൽ ആണ്. പ്ലൂറൽ ആവുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഹാസ് ആണോ ഹാവ് ആണോ? അവിടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ദേ ഹാവ് എ കാർ. ക്ലിയർ? സോ പ്ലൂറൽ ആണെങ്കിൽ ഹാവും, സിംഗുലർ ആണെങ്കിൽ ഹാസും. അവസാനത്തെ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. മീര ആൻഡ് അപ്പു ഹാവ് എ ലാപ്ടോപ്പ്. മീരയ്ക്കും അപ്പൂനും ഒരു ലാപ്ടോപ്പ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? എത്ര സബ്ജക്ട്സ് ഉണ്ട്? ഒന്നിലധികം ഉണ്ട്. രണ്ട് സബ്ജക്ട്സ് ഉണ്ട് അല്ലെ. രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ അത് എന്താണ്? പ്ലൂറലായി. അപ്പൊ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ മീര ആൻഡ് അപ്പു ഹാസ് ആണോ വരിക? അല്ല, അവിടെ ഹാവ് ആണ് വരിക. മീര ആൻഡ് അപ്പു ഹാവ് എ ലാപ്ടോപ്പ്. ക്ലിയർ ആണോ? രണ്ട് സബ്ജക്ട്സ് ഒരു സെന്റൻസിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് പ്ലൂറൽ ആണ്. സോ അവിടെ നമ്മൾ ഹാവ് ആയിരിക്കും യൂസ് ചെയ്യുക, ഹാസ് യൂസ് ചെയ്യില്ല. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ യൂസേജ്. ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഹാസും ഹാവും യൂസ് ചെയ്യാം. അടുത്തത്, എവിടേക്കെങ്കിലും നമുക്ക് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണം. ഗോ എന്ന് പറഞ്ഞാൽ പോവാണ്, ഡു എന്ന് പറഞ്ഞാൽ ചെയ്യാണ്. സോ എന്തെങ്കിലും കാര്യം ചെയ്യാനോ എവിടേക്കെങ്കിലും പോകാനോ പറയാൻ വേണ്ടി നമുക്ക് ഹാസും ഹാവും യൂസ് ചെയ്യാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ഹാവ് ടു ഗോ ദർ. എനിക്ക് അങ്ങോട്ട് പോകണം. അപ്പം എനിക്ക് എന്ന് പറയുമ്പം ഐ ആണ്, ഒരാളല്ലേ ഉള്ളൂ, ഐ. അപ്പം ഐയുടെ കൂടെ ഹാസ് ആണോ ഹാവ് ആണോ യൂസ് ചെയ്യുക? നമ്മൾ ഓൾറെഡി പഠിച്ചു. ഐയും യു ആണെങ്കിൽ അവിടെ ഹാവ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചത് കൊണ്ട് ഐ ഹാവ് ആണ് കേട്ടോ. ഐ ഹാവ് ടു ഗോ ദർ. എനിക്ക് അങ്ങോട്ട് പോകണം. സോ ഒരു കാര്യം എങ്ങോട്ടെങ്കിലും പോകണം എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. അടുത്തത്, ഷീ ഹാസ് ടു ഡു ഇറ്റ്. അവൾ അത് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ നമുക്ക് ഹാവോ ഹാസോ യൂസ് ചെയ്യാം. ഇവിടെ ഹാസ് യൂസ് ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ്. ഇവിടെ ഹാവ് യൂസ് ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ്. അപ്പം സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് യൂസ് ചെയ്യുന്നത് ഹാവും ഹാസും എന്ത് വേണമെങ്കിലും ആവും. ഓക്കെ, അടുത്തത്, ഹി ഹാസ് എ പാർട്ടി ടു അറ്റൻഡ്. അവനൊരു പാർട്ടി അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പം ഒരു കാര്യം എവിടേക്കെങ്കിലും പോകണം എന്നുള്ളതിന് ഗോ എന്നുള്ള വേർഡ് മാത്രമല്ല, അറ്റൻഡ് എന്ന് പറഞ്ഞാലും ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ള വേർഡ് തന്നെയാണല്ലോ, മീനിങ് തന്നെയാണല്ലോ. സോ ഗോ എന്നുള്ള വേർഡ് മാത്രം നിങ്ങൾ തപ്പി
തപ്പണ്ട, ഗോന്റെ അതേ മീനിങ് വരുന്ന ഒരു വേർഡാണ് അറ്റൻഡ് എന്നുള്ളതും. സോ അറ്റൻഡ് ആണെന്നുണ്ടെങ്കിലും പോവുക എന്നുള്ള മീനിങ് തന്നെയാണ്. അവിടെ നമുക്ക് ഹാസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ഹാസ് യൂസ് ചെയ്യാൻ കാരണം ഇവിടെ ഹീ ആയതുകൊണ്ടാണ്. ഇവിടെ എങ്ങാനും ദേ ആയിരുന്നെങ്കിൽ നമ്മൾ ദേ ഹാവ് എ പാർട്ടി ടു അറ്റൻഡ് എന്നായിരിക്കും പറയാ, ദേ ഹാസ് പറയില്ല. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചു, പ്ലൂറൽ ആവുമ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഹി ഹാസ് എ പാർട്ടി ടു അറ്റൻഡ്. സോ എങ്ങോട്ടേലും പോകണമെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിലോ നമുക്ക് ഹാസും ഹാവും യൂസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത യൂസേജിലേക്ക് നമുക്ക് പോകാം. ഇവന്റ്സ് ദാറ്റ് ജസ്റ്റ് ഓക്കേർഡ്. ഇപ്പൊ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റി പറയാം. ജസ്റ്റ് നൗ തീർന്നേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ പോയേ ഉള്ളൂ, ഇപ്പൊ നടന്നേ ഉള്ളൂ, ഇപ്പൊ സംഭവിച്ചേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഈ തൊട്ട് മുന്നേ നടന്ന കാര്യങ്ങളെ പറ്റി പറയാൻ നമുക്ക് ഹാസും ഹാവും യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. ദ ട്രെയിൻ ഹാസ് ലെഫ്റ്റ്. ട്രെയിൻ ഇപ്പൊ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പം ദ ട്രെയിൻ കഴിഞ്ഞിട്ട് ഞാൻ ഹാസ് ആണ് യൂസ് ചെയ്തത്. കാരണം എന്താണ്, ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ ട്രെയിനിനെ പറ്റിയല്ലേ പറയുന്നത്, ഒന്നിലധികം ഉണ്ടോ ഇവിടെ? ഇല്ല, ദ ട്രെയിൻ ഒറ്റ ഒന്നേ ഉള്ളൂ. അപ്പം ഒറ്റ ഒന്നെന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹാസ് യൂസ് ചെയ്തു, ഹാവ് യൂസ് ചെയ്തില്ല. ദ ട്രെയിൻ ഹാസ് ലെഫ്റ്റ്. ഓക്കെ, അടുത്തത് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി തീർത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സോ ഐ ഹാവ്, ഐ വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹാവ് യൂസ് ചെയ്തത്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി തീർത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? അപ്പം ജസ്റ്റ് നൗ തീർന്നു കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയാൻ നമുക്ക് ഹാസോ ഹാവോ യൂസ് ചെയ്യാം. അവസാനത്തെ ഒരു യൂസേജും കൂടി ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ പോവാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പം ഈറ്റിംഗ് ഫുഡ് എന്നാണ് നമ്മൾ യൂഷ്വലി പറയാറ് അല്ലേ. ജനറലി ഈറ്റ് ഫുഡ് എന്ന് പറയും. അതിന് പകരമായി നമുക്ക് ഹാവ് ഫുഡ് എന്നും പറയാം. എന്ത് പറയാം? ഹാവ് ഫുഡ് അല്ലെങ്കിൽ ഹാസ് ഫുഡ് എന്ന് പറയാം. സബ്ജക്റ്റിനനുസരിച്ച് മാറ്റിയാൽ മതി. എക്സാമ്പിൾ, ഐ വിൽ ഹാവ് മൈ ഫുഡ് ലേറ്റർ. ഞാൻ എൻ്റെ ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. അപ്പം ഇവിടെ കഴിക്കുന്നതിന് നമുക്ക് ഹാവ് എന്ന് പറയാം. വി ഓൺലി ഹാവ് വെജിറ്റേറിയൻ ഫുഡ്. നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. അവിടെ നമ്മൾ ഇവിടെ ഐ ആയതുകൊണ്ടാണ് ഹാവ് വന്നത്. ഇവിടെ ഹാവ് വന്നത് എന്തുകൊണ്ടാണ്? വി ആണ് നമ്മുടെ സബ്ജക്റ്റ്, നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഹാവ് വന്നത് കേട്ടോ. യു ക്യാൻ ഹാവ് യുവർ ഫുഡ്. നിനക്ക് ഫുഡ് കഴിക്കാം, നിനക്ക് ഭക്ഷണം കഴിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയും ഹാവ് ആണ് യൂസ് ചെയ്തത്. കാരണം എന്താണ്? സബ്ജക്റ്റ് യു ആണ്. യു എന്നുള്ള സബ്ജക്റ്റ് വന്നാൽ ഹാവ് ആണ് യൂസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, സോ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സമയത്ത് നമുക്ക് ഈ ഹാവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? സോ ഇത്രയാണ് നമ്മുടെ യൂസേജ്. ഏതിൻ്റെയൊക്കെ? ഹാസും ഹാവും. ഇനി ഒരു വേർഡും കൂടി പഠിക്കാൻ ബാക്കിയില്ലേ? അത് ഏതായിരുന്നു? ഹാഡ് ഉണ്ട് അല്ലേ. ഹാഡ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി. ഇതെല്ലാം ഹാസും ഹാവും എല്ലാം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ ഹാഡ് എന്നുള്ളത് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ഹാസും ഹാവിൻ്റെയും പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. എന്താണ് ഹാഡ് എന്ന് പറയുന്നത്? പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന വേർഡാണ്. ഓക്കെ, ഇവിടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സിംഗുലർ സബ്ജക്റ്റ് ആയാലും പ്ലൂറൽ സബ്ജക്റ്റ് ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഐ ആയാലും യു ആയാലും ദേ ആയാലും വി ആയാലും ഹി ആയാലും ഷീ ആയാലും ഇറ്റ് ആയാലും ഒരൊറ്റ ആളുടെ പേരായാലും ഒന്നിലധികം ആൾക്കാരുടെ പേരായാലും എന്ത് തന്നെ ആയാലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും പാസ്റ്റ് ടെൻസ് ആണോ അവിടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. എത്രയേ ഉള്ളൂ, അത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നമുക്ക് സിംഗുലർ ആവുമ്പം ഹാസും പ്ലൂറൽ ആവുമ്പോൾ ഹാവും, അതേപോലെ ഐയും യുയും സ്പെഷ്യൽ കേസാണ്. ഐ യു വരുവാണെങ്കിൽ എവിടെയാണെങ്കിലും അത് ഹാവ് ആയിരിക്കും. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് ഹാവ് ആയിരിക്കും എന്നുള്ള ഒരുപാട് ചെറിയ റൂൾസും കൺഫ്യൂഷൻസും ഒക്കെ നമുക്ക് പ്രസന്റ് ടെൻസിൽ വരുന്നുണ്ട്. പാസ്റ്റ് ടെൻസിൽ പോകുമ്പം അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും ഇല്ല. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ഹാഡ് ആയിരിക്കും യൂസ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, സോ ഈ പറഞ്ഞ അതേ സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഹി ഹാഡ് എ ഗ്രീൻ സൈക്കിൾ. അവൻ്റെ കയ്യിൽ ഒരു ഗ്രീൻ സൈക്കിൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഒരു കാര്യം പോവാനുണ്ടായിരുന്നു, ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഷീ ഹാഡ് എ വെഡിങ് യെസ്റ്റർഡേ. അവൾക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതേപോലെ ഫുഡ് കഴിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? സോ ഇതിൻ്റെ എല്ലാം പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്ന വേർഡാണ് ഹാഡ് എന്നുള്ളത്. ഇവിടെ എല്ലാം ഹാഡ് യൂസ് ചെയ്തത് അതുകൊണ്ടാണ്. ഉണ്ട് എന്ന് പറയാൻ ഹാസും ഹാവും, ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 വേർഡ്സ് ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വേർഡ്സ് ആണ്. ഇംഗ്ലീഷ് സംസാരിക്കുവാണെങ്കിൽ ഈ 3 വേർഡ്സ് എങ്ങനെ എവിടെ കറക്റ്റായി യൂസ് ചെയ്യാന്നുള്ള കാര്യം പഠിച്ചേ പറ്റുള്ളൂ അല്ലേ.
എല്ലാവരും കുറേ സിറ്റുവേഷൻസിൽ ഈ 3 വാക്കുകൾ തെറ്റിച്ച് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഷീ ഹാവ് എ പെൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഹാവ് ആണോ ഹാസ് ആണോ വരിക? ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാസ് ആണ് വരിക, ഹാവ് ഒരിക്കലും വരില്ല. ഓക്കെ, സോ ഹാവ് എവിടെയാ വരിക? ഐ യു ദേവി എന്നുള്ള പ്രൊണൗൺസിന്റെ കൂടെ മാത്രമാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടെങ്കിലും ഹീ, ഷീ, ഇറ്റ് ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഹീ ഹാവ്, ഷീ ഹാവ് എന്നൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇറ്റ് ഇസ് ഷീ ഹാസ്, ഹീ ഹാസ് എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്തെടുക്കാം. നമ്മൾ ഇന്ന് പഠിച്ചത് ടു ഹാവിൻ്റെ ഫോംസ് ആണ്. 3 ഫോം ആണുള്ളത്, ഹാസും ഹാവും ഹാഡും. അതിൽ ഹാസും ഹാവും എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് ടെൻസിലും ഹാഡ് എന്നുള്ളത് നമ്മൾ പാസ്റ്റ് ടെൻസും ആണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റി പറയാനാണ് ഹാഡ് യൂസ് ചെയ്യുന്നത്. ഹാസും ഹാവും പക്ഷേ പ്രസന്റ് ടെൻസിലാണ്. അതിൽ വ്യത്യാസം എന്താണ്? സിംഗുലർ ആണെങ്കിൽ ഹാസ് ആയിരിക്കും യൂസ് ചെയ്യുക, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുക. അതിലുള്ളൊരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഐയും യുവുമാണ്. അത് സിംഗുലർ ആണെങ്കിലും കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഹാസും ഹാവിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി എവിടേക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിച്ചത്. ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഹാസും ഹാവും യൂസ് ചെയ്യാം. എങ്ങോട്ടെങ്കിലും പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഇവന്റ്, എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നടന്നു കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഭക്ഷണം കഴിക്കുന്നതിനും നമുക്ക് ഹാസും ഹാവും യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആയാലും ഒരു വ്യത്യാസവും ഇല്ല, നമ്മൾ ഹാഡ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഹീ ആയാലും ഐ ആയാലും ഷീ ആയാലും ദേ ആയാലും വി ആയാലും ഇറ്റ് ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ ഹാഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനിയും ഏതെങ്കിലും ഭാഗം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടറിനോട് ചോദിച്ച് ആ ക്ലാസ്സസ് എല്ലാം മനസ്സിലാക്കി എടുക്കാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി പേഴ്സണൽ ട്യൂട്ടേഴ്സ് റെഡിയാണ്. ഓക്കെ, സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സംശയങ്ങളെല്ലാം ട്യൂട്ടേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അതേപോലെ തരുന്ന ഹോംവർക്കും ക്ലിയർ ആയിട്ട് കറക്റ്റ് ടൈമിന് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ അറിയോ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കണക്ഷൻ കിട്ടില്ല. പഠിച്ച കാര്യങ്ങൾ വെറുതെ കേട്ടിട്ട് കാര്യമില്ല, അത് നിങ്ങളും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നിങ്ങളുടെ വൊക്കാബുലറിയിൽ അത് വരുള്ളൂ. പിന്നീട് ഈ വാക്കുകളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. സോ അങ്ങനെ പറ്റണം എന്നുണ്ടെങ്കിൽ ഹോംവർക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, take care dear students. Bye bye.